ഹലോ, ഇന്ന് കസിൻസുമായിട്ട് പുറത്ത് പോയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ഞങ്ങൾ ഈ ഡെയിലി പ്ലാനിങ്ങിൻ്റെ ആൾക്കാരാണ്. അതായത് എന്നും നമ്മൾ പ്ലാൻ ചെയ്യും, എങ്ങോട്ടേയും പോവുക എന്നാൽ എങ്ങോട്ട് പോവില്ല. ഏതായാലും ഇന്ന് അത് നടന്ന് നമ്മൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോയത് വേറെ ഇങ്ങോട്ടല്ല കേട്ടോ, നമ്മൾ മലപ്പുറത്തിൻ്റെ സ്വന്തം കോട്ടക്കുന്നുമ്മക്കാണേ. അപ്പോൾ ഞങ്ങളെ മക്കളുണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് വഴി കയറി പോന്നപ്പോൾ പകുതി എത്തിയപ്പോൾ പിന്നെ അവർക്കൊക്കെ ദാഹിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്ത് അത് കുടിച്ച് ദാഹമൊക്കെ ശരിയായതിനു ശേഷം കേട്ടോ മേലോട്ട് കയറിപ്പോയത്. ശരിക്കും ഞങ്ങൾ മേലേക്ക് കയറിപ്പോയുള്ള പ്ലാനില്ലായിരുന്നു. കാരണം നമ്മൾ പാർക്കിൻ്റെ ഏരിയയിലോട്ട് പോകണ്ടെന്ന് വിചാരിച്ചേക്കാം. നമുക്ക് ജസ്റ്റ് പോയിരുന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഒരു സ്വസ്ഥയോടെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് മക്കൾ അവിടെ എവിടെയും കളിച്ചോളും എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പോയത്. പോയപ്പം നമ്മൾ പോകാൻ വിചാരിച്ച സ്ഥലത്തൊക്കെ ഒരുമാതിരിപ്പെട്ട സ്ഥലത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മളത് പോയൊക്കെയപ്പം നോ എൻട്രി ആണ്, കയറോ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നടക്കൂല. അങ്ങനെ നമ്മൾ പോയി എന്തായാലും മേലെ തന്നെ ഇതാട്ടോ എൻ്റെ കസിൻസ്. ഞങ്ങൾ ശരിക്കും ചെറുപ്പം മുതലേ ഒപ്പം കൂടിയതാണ്. കസിൻസ് പിന്നെ ചെറുപ്പം മുതലേ ഒരുമിച്ച് ഉള്ളവരായിരിക്കുമല്ലോ. പക്ഷേ ഞങ്ങൾ സമപ്രായക്കാരൊന്നും അല്ല കേട്ടോ. ഞാനാണ് മൂത്തത്, പിന്നെ നടുക്കലൊന്ന്, പിന്നെ ഇളയതൊന്ന്, അങ്ങനെയുള്ളത്. മൂത്തതാന്ന് വെച്ചിട്ട് അതിനുള്ള ബഹുമാനമൊന്നും ഇവളന്മാർ എനിക്ക് തരലൊന്നുമില്ല കേട്ടോ. അത് പിന്നെ അങ്ങനെയാണ്. എനിക്ക് പണ്ടേ ഞാൻ കൊടുക്കുന്ന സ്നേഹവും റെസ്പെക്റ്റും ഒന്നും എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടാറില്ല. ശരിക്കും എൻ്റെ ലൈഫിൽ ഞാൻ ഈ അടുത്ത് മനസ്സിലാക്കിയിട്ടൊരു സംഭവം കേട്ടോ. നമ്മൾ കൊടുക്കുന്ന സ്നേഹവും റെസ്പെക്റ്റും ഒന്നും നമ്മൾ ഒരിക്കലും തിരിച്ച് പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിച്ചാൽ നമ്മൾ തന്നെ കരയേണ്ടി വരും. നമ്മൾ നല്ലോണം ഇരുന്ന് കരയേണ്ടി വരും ചെയ്യും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ലാസ്റ്റ് നമുക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവരുടെ ലിസ്റ്റിലേക്കൊക്കെ മാറിപ്പോകും. അതിലേക്കാളും നല്ലത് നമ്മൾ ആദ്യമേ ഒരു മിനിമം 1-2 സ്റ്റെപ്പ് അകലത്തിൽ നിന്ന് ഇടപഴകുക. എന്നാൽ പിന്നെ നമ്മൾ ആരോഗ്യത്തിന് വലിയൊരു ദോഷകരമല്ലാത്ത രീതിയിൽ അതങ്ങനെ മുമ്പോട്ട് പോയിക്കോളും. ഇനി തിരിച്ച് ഞങ്ങളെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഞങ്ങളൊരു പൊട്ടാ ബന്ധാട്ടോ. അപ്പോൾ ഇമാതിരി വിഷയങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കണില്ല. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയാലെന്ന് പറയുന്നത് ഞങ്ങൾ ലൈഫിലെ ട്രാജഡി വരെ ഞങ്ങളൊരു കോമഡിയാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ ശരിക്കും ഉദ്ദേശിക്കണം തന്നെ കേട്ടോ. അതുകൊണ്ട് മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യാനൊക്കെ ശരിക്കും ഞങ്ങൾ റിലാക്സേഷനും എന്നാണെങ്കിലും മേലെ എത്തിയപ്പോൾ മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പാഞ്ഞ് പാർക്ക് അത് ഇതൊക്കെ പറഞ്ഞ് കുറച്ച് ടൈം പോയെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ നമ്മളൊക്കെ ഒന്ന് ചുറ്റി അടിച്ച് കറങ്ങി നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകുന്നു. ബസ്സിലാണ് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്